മധ്യ നൈജീരിയയിലെ നിരവധി ഗ്രാമങ്ങളിൽ സൈനിക സായുധ സംഘങ്ങൾ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ 160 പേരെങ്കിലും കൊല്ലപ്പെടുകയും 300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വർഷങ്ങളായി മതപരവും വംശീയവുമായ സംഘർഷങ്ങളാൽ വലയുന്ന പ്രദേശത്ത് ക്രിസ്മസ് ദിനമായിരുന്ന ഞായറാഴ്ച മാത്രം 16 പേർ മരിച്ചതായി സൈന്യം റിപ്പോർട്ട് ചെയ്ത പ്രാഥമിക കണക്കിൽ നിന്ന് ഗണ്യമായ വർധനവ് തിങ്കളാഴ്ച അധികാരികൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങൾ പരിശോധിക്കാം. നമസ്കാരം, ഞാൻ കൃഷ്ണേന്ദു. രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് ഇസ്ലാമും തെക്ക് ക്രിസ്ത്യാനിയും പ്രബലമായതിനാൽ ഈ പ്രദേശം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംഘർഷഭരിതമായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഘർഷം തിങ്കളാഴ്ച പുലർച്ചെ വരെ നിലനിൽക്കുകയും 113 പേർ കൊല്ലപ്പെട്ടതായി ബോക്കോസിലെ പ്രാദേശിക സർക്കാർ മേധാവി കസ തിങ്കളാഴ്ച AFPയോട് പറഞ്ഞു. പ്രാദേശികമായി കൊള്ളക്കാർ എന്ന് വിളിക്കപ്പെടുന്ന സൈനിക സംഘങ്ങൾ 20-ൽ പരം കമ്മ്യൂണിറ്റികളിൽ ഏകോപിത ആക്രമണങ്ങൾ നടത്തുകയും കൂടാതെ വീടുകൾ കത്തിക്കുകയും ചെയ്തുവെന്ന് കസ പറയുന്നു. പരിക്കേറ്റ 300-ലധികം ആളുകളെ കണ്ടെത്തി അവരെ ബോക്കോസ്, ജോസ്, ബാർക്കിൻ, ലാഡി എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് മാറ്റിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രാദേശിക റെഡ് ക്രോസിന്റെ താൽക്കാലിക കണക്കനുസരിച്ച് ബോക്കോസ് മേഖലയിലെ 18 ഗ്രാമങ്ങളിലായി 104 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പാർലമെന്റ് അംഗമായ ഡിക്സൺ ചൗലോ പറയുന്നതനുസരിച്ച് ബാർക്കിൻ, ലാഡി പ്രദേശത്തെ നിരവധി ഗ്രാമങ്ങളിൽ 50 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം സുരക്ഷാ സേനയോട് വേഗത്തിൽ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ബോക്കോസ് മേഖലയിൽ ആരംഭിച്ച ആക്രമണം തൊട്ടടുത്ത മേഖലയിലേക്ക് പടരുകയായിരുന്നു. ബാർക്കിൻ ലാഡിയിൽ 30 പേർ മരിച്ചതായി പ്രാദേശിക ചെയർമാൻ ദൻജുമ ഡാക്കിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പ്ലേറ്റ്യൂ സ്റ്റേറ്റ് സംസ്ഥാന ഗവർണർ കാലേബ് മാത്യു ഫാൻ ആക്രമണത്തെ ക്രൂരവും ന്യായരഹിതവും എന്ന് വിളിച്ചു. നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ സർക്കാർ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവർണറുടെ വക്താവ് ഗ്യാങ്ബെറെ പറഞ്ഞു. നൈജീരിയയിലെ മുസ്ലിം കൂടുതലുള്ള വടക്കും ക്രിസ്ത്യൻസ് കൂടുതലുള്ള തെക്കും തമ്മിലുള്ള വിഭജന രേഖയിലുള്ള പ്രദേശത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞും സംഘർഷം തുടർന്നു എന്നാണ്. വെടിയൊച്ചകൾ കേൾക്കാമായിരുന്നു എന്നാണ് പ്രദേശനിവാസികൾ അറിയിക്കുന്നത്. വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ ആളുകൾ ഉറങ്ങുകയായിരുന്നുവെന്ന് മുഷു ഗ്രാമത്തിലെ താമസക്കാരനായ മർക്സ് അമോരുഡു പറയുന്നുണ്ട്. ആക്രമണം പ്രതീക്ഷിക്കാത്തതിനാൽ ഭയപ്പെട്ട് ആളുകൾ ഒളിച്ചു. പക്ഷേ ആക്രമികൾ പലരെയും പിടികൂടിയെന്നും ചിലരെ കൊലപ്പെടുത്തിയെന്നും ചിലർക്കൊക്കെ പരിക്കേറ്റു എന്നും അദ്ദേഹം AFPയോട് പറഞ്ഞു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ സർക്കാരിനെ വിമർശിച്ചു. പ്ലാറ്റ്യൂ സ്റ്റേറ്റിലെ ഗ്രാമീണ സമൂഹങ്ങൾക്കെതിരായ അടിക്കടിയുള്ള മാരകമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ നൈജീരിയൻ അധികാരികൾ പരാജയപ്പെടുന്നുവെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയും മധ്യ നൈജീരിയയും വനങ്ങളുടെ ആഴത്തിലുള്ള താവളങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബാൻഡിറ്റ് മിലിഷ്യകളാൽ വളരെ കാലമായി ഭീതിയിലാണ്. നാടോടികളും ഇടയന്മാരും കർഷകരും തമ്മിലുള്ള പ്രകൃതി വിഭവങ്ങൾക്കായുള്ള മത്സരം, കാലാവസ്ഥാ സമ്മർദ്ദവും ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വർധനവും ഒക്കെയാണ് സാമൂഹിക പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും അക്രമത്തിന് കാരണമാവുകയും ചെയ്യുന്നത്. വടക്കുകിഴക്കൻ നൈജീരിയയിൽ 2009 മുതൽ ജിഹാദി സംഘർഷം വളരെ രൂക്ഷമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുമായി ബന്ധമുള്ള എതിരാളികളുമായി ബോക്കോ ഹറാം ആധിപത്യത്തിനായി പോരാടുമ്പോൾ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 2 ദശലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ലാഗോസ് ഗവർണർ കൂടിയായ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു നിരന്തരമായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള ശ്രമത്തിൽ ആഫ്രിക്കയിലെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്.